ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു നേന്ത്രപ്പഴം കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും, എത്ര കഴിച്ചാലും മടുക്കയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴം നല്ല പോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ 3 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പത്തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് നേന്ത്രപ്പഴം വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് നേരം ആകുമ്പോഴേക്ക് ഇത് നല്ലപോലെ വെന്ത് കിട്ടും. പിന്നെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ പഴം നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം എടുത്ത ആ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. മാവ് അതേ അളവിൽ എടുക്കാൻ നോക്കുക. ഈ ഒരു കണക്കനുസരിച്ചാണ് എടുക്കുന്നതെങ്കിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ 2 സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാവില് മധുരം അങ്ങനെ എടുത്ത് നിൽക്കരുത്, ഒരു ലൈറ്റ് ആയിട്ടുള്ള മധുരം മാത്രമേ പാടുള്ളൂ. ഈ പഴവുമായിട്ട് ആദ്യം തന്നെ ഈ മാവ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പശുവിൻ പാലാണ്. 1/4 കപ്പ് അളവിലുള്ള പാല് ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാത്ത പാലാണ്. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഒരു കളർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു യെല്ലോ കളർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പാലും മഞ്ഞളുമായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ വേണ്ട. ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഒത്തിരി ലൂസ് ആവരുത്, ഒന്ന് ടൈറ്റ് ആയിട്ടിരുന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഈ മാവിത നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഇവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര മതി എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 1/2 കപ്പ് അളവിലുള്ള ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫില്ലിങ്സിനുള്ളതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ആദ്യം ഒന്ന് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാവിനെ കൈ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ പരത്തിയെടുക്കാം. അതിനുള്ളിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു തേങ്ങാ മിക്സ് 1 സ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഒന്നുകൂടി ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഏത് ഷേപ്പിലാണോ തയ്യാറാക്കേണ്ടത് അതുപോലെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുന്തിരിയും ഒരു അണ്ടിപ്പരിപ്പും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തതിന് ശേഷം ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഈ ഒരു മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഒരു അണ്ടിപ്പരിപ്പും ഒരു മുന്തിരിയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കാം. ഇപ്പതാ ഇതുപോലെ തന്നെ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ഈ ഒരു അരിപ്പത്തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് ഇതെല്ലാം അടുക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 20-25 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവും. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.